നമസ്കാരം. അങ്ങനെ കാത്തിരുന്ന് നമുക്കൊരു മുഖ്യമന്ത്രിയെ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്കൊരു മുഖ്യമന്ത്രിയെ കിട്ടിയിരിക്കുകയാണ്, VD സതീശൻ. അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ. ആം, നല്ല എനിക്ക് പേഴ്സണലി അദ്ദേഹത്തെ ആം, നല്ലൊരു മുഖ്യമന്ത്രി ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതുവരെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ഇതുവരെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളും അദ്ദേഹത്തിന്റെ ആ ഒരു പെരുമാറ്റ രീതികളും ആ, ഇതുവരെ ഞാൻ സംതൃപ്തനാണ്. ഇതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അത് മാത്രമല്ല, പല നമ്മളെ ഗ്രൂപ്പുകളിലും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വോട്ടെടുപ്പ് സംബന്ധമായിട്ടുള്ള ചർച്ചകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ചോദിക്കുമ്പോഴെല്ലാം VD സതീശനോടാണ് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം. VD സതീശൻ അതെ അത് അത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പുള്ളിയുടെ ഒരു വിഷൻ, പുള്ളി കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂസിനകത്ത് പുള്ളി പറയുന്ന ഒരു നവകേരളം അല്ലെങ്കിൽ കേരളത്തെ പറ്റിയിട്ടുള്ള തൻ്റെ ഒരു ദർശനം, അത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളതിനെ പറ്റി ഇനി ഈ വരുന്ന 5 വർഷം നമുക്ക് കാത്തിരുന്ന് നമുക്ക് കാണാം. പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല പല കാര്യങ്ങളും ഇപ്പം പിന്നെ നമ്മുടെ തീരദേശ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ തീരദേശത്തൂടെ ഉള്ള ഒരു ഫെറിയോ അല്ലെങ്കിൽ കപ്പൽ യാത്രകളോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞിരിക്കുന്നത് പ്രാക്ടിക്കലി നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ടൂറിസത്തിന് വേണ്ടിയിട്ട് നമുക്കങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വിഷനുണ്ട്. അദ്ദേഹത്തിന് ഒരു കേരളത്തെ പറ്റിയിട്ടുള്ള ഒരു വലിയൊരു ഒരു വിഷനുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് VD സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ നമ്മൾ അല്ലെങ്കിൽ ഞാൻ കൂടുതലായിട്ട് അംഗീകരിക്കുന്നത്. അത് മാത്രമല്ല, വർഗീയത എന്ന് പറയുന്നത് പറയില്ല എന്ന് വളരെ, അതായത് പീക്ക് പോയിന്റിൽ, എലക്ഷന്റെ പീക്ക് പോയിന്റിൽ നിൽക്കുമ്പോൾ വോട്ടെടുപ്പിലേക്ക് കേരളം വലിയൊരു മാസീവായിട്ടുള്ള വോട്ടെടുപ്പിലേക്ക് പോകുമ്പോഴും വളരെ കേരളത്തില് പിന്നെ ഈ NSS പോലെ അല്ലെങ്കിൽ SNDP പോലെ പിന്നെ അങ്ങനെ മുസ്ലിം SDP എന്നീ പറയുന്ന RSS എന്ന് വേണ്ട ഈ അലുകുലത്തുള്ള ടീമുകളൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് വർഗീയത സംസാരിക്കുമ്പോൾ, വർഗീയത ഒരിക്കലും പറയില്ല എന്ന് നഖശികാന്തം പറഞ്ഞ് അങ്ങനത്തുള്ള വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് അതാണ് നിലപാടെന്ന് പറയുന്ന ഒരു മതേതര കേരളത്തെ പറ്റി ചിന്തിക്കുന്ന ഒരു വ്യക്തി, ഒരു വിഷണറി ആയിട്ടുള്ള ഒരു വ്യക്തി. അതാണ് പേഴ്സണലി എനിക്ക് അദ്ദേഹത്തോടുള്ള ഒരു താല്പര്യം. അതൊരു നല്ല ഒരു തുടക്കമാണ്, നല്ലതായിരിക്കണം. കാരണം ഈ വർഗീയത തുപ്പുന്ന ഈ ചില നാവുകളുണ്ട്. ഈ ചിലരൊക്കെ ഈ സുകുമാരൻ നായരുടെയാണ് വീടിൽ നിന്ന് കൊണ്ടുവന്നതാണ് എല്ലാ നായർ സമുദായക്കാരും, അല്ലെങ്കിൽ ഈഴവ സമുദായക്കാരെല്ലാവരും വെള്ളാപ്പള്ളിയുടെ പറയുന്നത് പോലെ തന്നെ കേൾക്കുക. അതിപ്പോ ഇതുകളിൽ നിന്നോ ക്രിസ്ത്യാനി ഇപ്പം എന്തോ ആർച്ച് ബിഷപ്പ് പറയുന്നതാണ് എല്ലാ ക്രിസ്ത്യാനികളെ, ക്രിസംഖ്യകൾ പറയുന്നതാണ് എല്ലാ ക്രിസ്ത്യാനികളുടെ അഭിപ്രായമൊന്നും അതൊന്നുമല്ല. അത് അങ്ങനെ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ഇങ്ങനെ ഒരു വിജയം ഇത് ഈ പീക്ക് പോയിന്റിൽ നിന്ന് പറഞ്ഞ VD സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവ് നയിച്ച ഒരു പാർട്ടിക്ക് അത് കിട്ടേണ്ട കാര്യമില്ല. അത് വ്യക്തിപരമായി എൻ്റെ ഒരു ടേക്കാണത്. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ ഇതിനകത്തുണ്ടായ ചില വിഷയങ്ങൾ, അപ്പൊ ഞാൻ അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണം. ഈ 10 ദിവസമൊക്കെ 11 ദിവസമൊക്കെ ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല രീതിയിലുള്ള പോരാട്ടങ്ങൾ പിന്നെ അഭിപ്രായങ്ങളൊക്കെ വരുന്നത് കണ്ടിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമുണ്ട്. RCA അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ നമ്മൾക്ക് ഒരു പുള്ളിയെ പറ്റി നമുക്ക് ബാഡായിട്ടൊന്നും പറയാനായിട്ടില്ല. പുള്ളി ഇരുന്ന സമയത്ത് പുള്ളിക്ക് ജയിക്കാനായിട്ട് പറ്റിയില്ല, അല്ലെങ്കിൽ ആ സമയത്ത് കോൺഗ്രസിന് വരാനായിട്ട് പറ്റിയില്ല എന്നുള്ളത് ശരിയാണ്. പുള്ളി ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, പുള്ളി ജയിച്ച ഒരു വ്യക്തിയുമാണ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. പക്ഷേ KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു ടേക്കിൽ അദ്ദേഹത്തിന്റെ നാവിന് യാതൊരു വിധത്തിലുള്ള, അദ്ദേഹത്തെ ഞാൻ ടാർണിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ആക്ഷേപിക്കുകയോ ഒന്നും അല്ല. പക്ഷെ നമ്മളൊരു റിയൽ ആയിട്ടൊരു ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിച്ചു നോക്കിയേ,
ഇലക്ഷന് മുമ്പുള്ള ഇന്റർവ്യൂവിനകത്തെല്ലാം പുള്ളി പറയുന്നത് ഞാൻ അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നേ ഇല്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല, ഞാൻ ഇങ്ങനെ കടിച്ച് തൂങ്ങി ബഹളം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനെ എനിക്ക് ഇല്ല എന്ന് പറഞ്ഞൊരു വ്യക്തി റിസൾട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ പേര് ഇതിനകത്ത് വരികയും പുള്ളി ഇതിനകത്തേക്ക് ചാടി വീഴുകയും ചെയ്യുന്നത് അതൊരു ശരിയായൊരു പരിപാടിയല്ല. നമുക്കൊരു വാക്കല്ലേ, നമ്മളൊരു വാക്ക് പറയുന്നതാണ് നമ്മുടെ വില, നമ്മുടെ നിലപാടാണ് നമുക്ക് നിൽക്കേണ്ടത്. അങ്ങനെ നിലപാട് പറഞ്ഞൊരു വ്യക്തി പിന്നെ ഇത്രയും രീതിയിൽ ഈ കേരള രാഷ്ട്രീയത്തെ ഇത്രത്തോളം പിന്നെ വലിച്ചു നീട്ടണ്ട, അല്ലെങ്കിൽ ആ കിട്ടിയ ആ ജയം ഉണ്ടല്ലോ, അല്ലെങ്കിൽ UDF കിട്ടിയ ആ ഒരു ജയത്തെ ഇത്രത്തോളം നശിപ്പിച്ചു കളയേണ്ട കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ എനിക്കത് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയില് അത് ഞാൻ സ്റ്റാറ്റസ് ഇടുകയും ചെയ്തായിരുന്നു. പള്ളിയില് പിന്നെ കല്യാണം നടത്താൻ ഒരു അച്ഛനെ വിളിച്ചു. കല്യാണം നടത്താൻ വേണ്ടിയിട്ട് പെണ്ണും ചെറുക്കനും വന്നു. അപ്പോ അച്ഛന് പെണ്ണിനോടൊരു മോഹം, കൊള്ളാലോ അടിപൊളി പെണ്ണാണല്ലോ എന്നൊരു മോഹം. അച്ഛൻ അപ്പോൾ ആ പെണ്ണിനെ കല്യാണം കഴിക്കണം. കല്യാണം നടത്താൻ വന്ന അച്ഛന് മണവാട്ടിയായ പെണ്ണിനെ കെട്ടണം എന്ന് പറയുന്ന ഒരു ലൈനായി പോയ ആ പരിപാടി. അതിന് KCയോട് എനിക്ക് അമർഷമുണ്ട്, കേരളത്തിലെ ജനങ്ങൾക്ക് അമർഷമുണ്ട്. കേരളത്തിലെ ജനങ്ങളിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ മത്സരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വേണ്ടിയില്ല, താങ്കൾ നിന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ വല്ല ഒന്നാന്തരമായി തോറ്റുപോയനെ, അമ്മാതിരി വെട്ടിയേനെ. അതിപ്പോ കോൺഗ്രസ്സുകാരെന്ന് മാത്രമല്ല, സാധാരണക്കാരായ ജനങ്ങൾ ചിന്തിച്ചേനെ, നീ എന്തായാലും ഈ സ്ഥാനത്തിന് വേണ്ടി വരുന്നതല്ലേ, അങ്ങനെ നീ ഉണ്ടാക്കണ്ട എന്ന് ചിന്തിച്ചേനെ അല്ലേ. അങ്ങനെ നീ ഇപ്പൊ ജയിക്കണ്ട ചിന്തിച്ച്. അപ്പം ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില പാർട്ടി ഗ്രാമങ്ങളുണ്ട്, അവിടെ ഏത് കോൺഗ്രസ് നിർത്തി കഴിഞ്ഞാലും ജയിക്കാം എന്നുള്ള ഒരു സെറ്റപ്പ് അവർക്കുണ്ട്. അത് ചില ഈ കണ്ണൂർ പോലുള്ള, കണ്ണൂരിന്റെ ആ ഭാഗങ്ങളിലേക്കുള്ള ഏരിയകളിൽ, ചില ഏരിയകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ മാത്രം ചെന്നാലും അങ്ങനെ ജയിക്കാൻ പറ്റും. അതാണ് ധർമ്മടം പോലുള്ള, അല്ലെങ്കിൽ പറഞ്ഞ പിണറായി വിജയൻ പോലുള്ള ആൾക്കാർ ജയിച്ചു കയറി വന്ന സ്ഥലം. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഓക്കെ, കോൺഗ്രസിന് അങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ട് നിർത്തി ഞങ്ങള് സൂപ്പറായിട്ട് ജയിപ്പിച്ചുകൊണ്ട് വരുന്നു. കോൺഗ്രസിന് അങ്ങനെ ഒരു സ്ഥലം ഇല്ലല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. ഇപ്പൊ പറയാം, മുസ്ലിം ലീഗിന് വേണമെങ്കിൽ അങ്ങനെ പറയാം. മുസ്ലിം ലീഗിൽ ഏതൊരുത്തനെ ഇപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തി കഴിഞ്ഞാലും മലപ്പുറം പോലുള്ള ആ ഏരിയയിൽ, അവരുടെ പോപ്പുലേഷൻ ഉള്ള ഏരിയയിൽ അവർക്ക് ജയിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷെ KC അവിടെ പോയി നിന്ന് ജയിക്കത്തില്ലല്ലോ. കാരണം മുസ്ലിം ലീഗ് തന്നെ KCക്ക് സപ്പോർട്ടല്ല, അല്ലെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ അമർഷം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിൽ നിങ്ങൾ അവിടെയും ജയിക്കത്തില്ല. പിന്നെ നിങ്ങൾക്ക് കയ്യിലിരുന്ന അല്ലെങ്കിൽ ജയിച്ചില്ലെങ്കിൽ MP സ്ഥാനം പോകത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അവിടെ പോയി ജയിച്ചവൻ തോപ്പിച്ചിട്ട് ജയിച്ചവനെ രാജിവെപ്പിച്ചിട്ട് വീണ്ടും അവിടെ ഇലക്ഷൻ നടത്തി, അതൊക്കെ വൃത്തികെട്ട, അല്ലെങ്കിൽ ഒരു ചടങ്ങ് പിടിച്ച പരിപാടി. ആൾക്കാരുടെ എന്തുമാത്രം പൈസയാണെന്ന് നഷ്ടപ്പെടുന്നത്. എങ്ങനെ കളിച്ചു കഴിഞ്ഞാലും ഒരു 10 അല്ലെങ്കിൽ 2 കോടി 3 കോടിയോ, അല്ലെങ്കിൽ എനിക്കറിയത്തില്ല, 2-3 കോടി രൂപ ഒരു ഇലക്ഷന് നമ്മൾ കൊടുക്കേണ്ടി വരും. തദ്ദേശത്തിലുള്ള ഇലക്ഷന്, മെയിൻ ആയിട്ടുള്ള ഇലക്ഷൻ അതിന് മേളിൽ പോകും. 10-25 കോടിയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇത്രയും പൈസ എന്തിനാണ് കൊണ്ട് നശിപ്പിച്ച് കളയേണ്ട കാര്യമുണ്ടോ? അപ്പൊ ആ KC അങ്ങനെ കാണിച്ചതിനോട് വളരെ അമർഷമാണ് അദ്ദേഹം. കാരണം ഈ മുഖ്യമന്ത്രികളെ നിയമിക്കുകയും മുഖ്യമന്ത്രി ചർച്ചകൾ നടത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തി ആരെയും നമുക്ക് പറയാം. ഇതിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി, താങ്കൾ അതിനോട് അങ്ങനെ കൊണ്ടുവന്നതിനോട് നമുക്ക് തീർച്ചയായിട്ടും യോജിപ്പില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും 5 വർഷത്തേക്കുള്ള കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് VD സതീശൻ, ഈ കൂടെ ഉള്ളവന്മാരെല്ലാം കൂടെ അനുവദിച്ചാൽ മതി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടെ നിന്ന് അതിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി കൈയിട്ട് വാരല്, മറ്റേ പരിപാടി, ഗ്രൂപ്പിസം, കാലുവാരല്, കുതികാൽ വെട്ട് എന്ന പരിപാടികളൊക്കെ നിർത്തിക്കഴിഞ്ഞ് യൂത്ത് ജനങ്ങൾ, ഇപ്പോഴത്തെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ്. യുവജനങ്ങളുടെ ചിന്താഗതി മാറിക്കൊണ്ടിരിക്കുന്നു, ജെൻസികളുടെ ചിന്താഗതി മാറിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ആർക്കും ഈ പറഞ്ഞ പോലുള്ള ഈ പരിപാടികൾക്കൊന്നും ഇഷ്ടമല്ല. ഈ അഹങ്കാരവും അഹന്ത പിടിച്ചും പിന്നെ എന്താ പറയുന്ന വൺമാൻ ഷോയി, ഞാനല്ലെങ്കിൽ വേറെ ആരും ഇല്ലെന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഷോ ഇറപ്പും പരിപാടികളൊന്നും അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണല്ലോ ഇത്ര വലിയ തോൽവി CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകേണ്ടി വന്നു, അല്ലെങ്കിൽ LDF ഉണ്ടാകേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ മാറ്റം എപ്പോഴും അനിവാര്യമാണ്. നല്ല നാളേക്ക് വേണ്ടിയിട്ട് നമുക്ക് തുടങ്ങാം. പുതിയ മന്ത്രിസഭയൊക്കെ രൂപീകരിക്കുമ്പോൾ
എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കഴിവുള്ളവരെയും വിദ്യാഭ്യാസമുള്ളവരെയും വിവരമുള്ളതിനെയൊക്കെ ഓരോ പൊസിഷനിലേക്ക് ആക്കിയാൽ ആ, നന്നായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു ആഗ്രഹം. കേരളം അതേപോലെ തന്നെ നിൽക്കണമെന്നും പ്രവാസികളായിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാ വർഷമൊക്കെ നാട്ടിലോട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കേരളം, ഞങ്ങളുടെ കേരളം ഇത്ര അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ പറഞ്ഞ വിദേശികളായിട്ടുള്ള വിദേശികൾ ചെയ്യുന്ന ഇവിടുത്തുള്ള നേറ്റീവായിട്ടുള്ള പിന്നെ വൈറ്റിന് ആൾക്കാരോടും ബ്ലാക്സ് ആൾക്കാരോടും ഒക്കെ, അല്ലെങ്കിൽ മെക്സിക്കൻ ആൾക്കാരോടും സ്പാനിഷ് ആൾക്കാരോടും ഒക്കെ നമുക്ക് പറയാൻ, നിങ്ങളിപ്പോ കേരളത്തിൽ വിസിറ്റ് ചെയ്യും, ഞങ്ങൾ ടൂറിസ്റ്റ് കാണ് എന്നൊക്കെ പറയാനായിട്ട് ഒരു അവസരം തരിക. അതാണ് അതാണ് വേണ്ടത്. അതുപോലെ തന്നെ സംരംഭം തുടങ്ങാൻ പ്രവാസികൾ പല ആൾക്കാരും സംരംഭങ്ങളായിട്ടുള്ള കാര്യങ്ങളും തുടങ്ങത്തില്ല. കാരണം ഈ പറഞ്ഞ പോലുള്ള പിന്നെ അലുകുലത്ത് CITU പോലുള്ള ഈ പിന്നെ നോക്കുകൂലി മേടിക്കുന്ന ഈ കുറെ ടീമുകൾ, CITU INTCU എന്നൊക്കെ പറയുന്ന കുറെ ടീമുകളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് അതിനകത്തൊക്കെ ഒരു 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 നീക്കുപോക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. സംരംഭങ്ങൾ തുടങ്ങാനും ബിസിനസ്സുകൾ തുടങ്ങാനും പുതിയ പുതിയ പിന്നെ എന്താ പറയാ, നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ, നല്ല വളർച്ച ഉണ്ടാകട്ടെ, ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിട്ട് വരട്ടെ. അങ്ങനെ ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.